നമുക്ക് ഈ ഇളമ്പക്ക കറി വെച്ചാലോ? അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ടൊന്ന് പച്ച വരുമ്പോഴേക്ക് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വരും. അപ്പോഴേക്കാണ് ഇത് ആവുന്ന സമയം. അപ്പോൾ ഇത് നല്ലോണം തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാലും മതി. നമുക്കിനി ഇതെടുത്തിട്ട് കുറച്ച് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ തണിഞ്ഞ് വന്ന് ഞാനൊക്കെ കൂടി ഇങ്ങനെ ഇറന്നെടുക്കുകയാണ്. ശരിക്കും ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഒക്കെയുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ കയറിയാൽ കാണാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതൊന്നും ഇതിൽ പറയാനോ കാണിക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡായി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കറുപ്പ് സാധനം പോക്കാനാണ് വേണ്ടിയുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വേറെ പണിയൊന്നുമില്ല. എന്നിട്ട് അത് എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വൃത്തിയായി കഴുകി എന്നിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ കടപ്പുറത്തുനിന്ന് പെറുക്കിയതാണ് കേട്ടോ, വാരിയതാണ്. അല്ലെങ്കിൽ നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ ഒക്കെ ഇറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇറന്നെടുത്തതാണിത്. ഇനി നമുക്കിതിങ്ങനെ കറി വയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് പൊരിക്കാൻ എണ്ണ ഒഴിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കുക. നല്ലോണം ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് നന്നായി പെരക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ച് നമുക്ക് അപ്പോഴേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഇത് പൊരിച്ച് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി കൂടിയിട്ട് വഴറ്റിയതാണ്. അതിനുശേഷം 2 തക്കാളിയും പിന്നെ പച്ചമുളക്, മുളക് പൊടി ഇതൊക്കെ മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അല്ലാതെ വഴറ്റുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഇത് ഞങ്ങൾക്ക് കുറച്ച് നീര് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പത്തിരി ആയാലും പൂരി ആയാലും ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അത് ഇറന്നെടുക്കാനാണ് പാടുള്ളൂ, വേറെ ഒരു പണിയുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കറി നല്ല സെറ്റാക്കിയിട്ടിട്ടുണ്ട്. നമ്മളിനി കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെയാണോ കഴിക്കുന്നതെന്ന് വെച്ചാൽ കഴിക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അധിക സമയം ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത്രയും ചെറിയ സാധനമാണല്ലോ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് എന്തിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ പൂരിയാണ് ഇന്ന് ചുട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.